എക്സ്പീരിയൻസ്? അടിപൊളി സിനിമയായിരുന്നു. ഓക്കെ, പഞ്ചായത്ത് ചെട്ടി ഹിറ്റായോ? അതെ, ഹിറ്റ്. ഓക്കെ ഓക്കെ. ഇതിൽ ഞാൻ അഭിനയിച്ചിട്ടുള്ളതാണ്. പക്ഷേ അതിൽ ബസ്സിൽ നിന്ന് ഇറങ്ങുന്ന ഒരു സീനാണ്. ചേച്ചിയുടെ പേരെന്താണ്? എൻ്റെ ഒരു ഷീജ. ആഹാ. അപ്പൊ ആ സീനിൽ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഞാൻ കുഴപ്പമില്ല, ഞാൻ വേറെ ഷൂട്ടിങ്ങിന് പോകുന്നുണ്ട്. ഓക്കെ ഓക്കെ. ഇപ്പൊ ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങുന്ന ഒരു സീനാണ്. ചേച്ചി ഇതിൽ തന്നെ നോക്കോ, എങ്ങനെയുണ്ടായിരുന്നു പഞ്ചായത്ത് ചെട്ടി? ആണോ? നന്നായിരിക്കുന്നു. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം. ഓക്കെ ചേട്ടാ എങ്ങനെയുണ്ട്? സൂപ്പർ പടം. എങ്ങനെയുണ്ട് ചേച്ചി? സൂപ്പർ പടമാണോ? നൈസ് മൂവിയാണ്. പടം കൊള്ളാം ബ്രോ, അടിപൊളിയായിട്ടുണ്ട്. അതേപോലെ തന്നെ മരമായി ടീമിന്റെ ഒരു തിരിച്ചുവരവ് നമ്മുടെ ഈ പടത്തിലൂടെ അടിപൊളിയായിട്ടുള്ള വരവാണ് വന്നേക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടും എല്ലാവരും രസിക്കാൻ പറ്റിയ അടിപൊളി പടം തന്നെയായി. ഓക്കെ, ടെലിവിഷനിൽ നിറഞ്ഞിരിക്കുന്ന ടീമാണ് മരമായി. അവര് തിയേറ്ററിലേക്ക് വരുമ്പോൾ എക്സ്ട്രീം ലെവൽ തന്നെയാണ്. നമുക്കൊരു സിനിമ പോലെ നമുക്ക് തോന്നി, അത് സീരിയൽ അതേപോലെ തന്നെ നമുക്കൊരു എക്സ്ട്രീം ലെവലായിരുന്നു പടം. അടിപൊളിയായിരുന്നു. ഓക്കെ, അപ്പൊ പടം ക്ലിക്കായി. അപ്ലോഡ് ചെയ്യണതിനേക്കാൾ ഉപരിയായിട്ട് ഭയങ്കര പെർഫോം ചെയ്തിട്ടുണ്ട് അവർ. സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും പെർഫോമൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ഒരു അട്രാക്ഷൻ തോന്നി. യാ ഷുവർ, ഫാമിലി മൂവിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു കുടുംബം, ആ ഒരു ഫാമിലി ഫീല് കിട്ടും. എല്ലാം ചിരിക്കാനും ഉണ്ട്, എന്നാൽ കുറെ ചിന്തിക്കാനും ഉണ്ട്. അതെ അതെ, സത്യമായിട്ടും. ഞാനൊരു മൊളാട്ടേരിയ, ഹസ്ബൻഡും ബ്ലോക്ക് മേപ്പറാണ്. വീട്ടിലൊക്കെ നടക്കുന്ന അതേ അവസ്ഥ. പ്രതീക്ഷ വളരെയധികം ഉത്തരവാദിത്തത്തോടു കൂടി തന്നെ അവർ നിറവേറ്റിയിട്ടുണ്ട്. ഒരു മറുവാരം സീരിയലല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് കുടുംബസമേതം ആസ്വദിച്ച് കാണാവുന്ന ഒരു ഫിലിം. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അത് ഇതേപോലെ സെറ്റിൽ ഇരുന്ന് പാടിയപ്പോൾ അതങ്ങനെ സീനാക്കാന്ന് പറഞ്ഞു. അപ്പൊ എല്ലാരും പോയി പടം കാണാം. താങ്ക് യു. നല്ല സിനിമ, നല്ല കഥയുണ്ട്, നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് എല്ലാവരും. പിന്നെ ഒരുപാട് ചിരിക്കാനുണ്ട്. പിന്നെ നമ്മുടെ സമൂഹത്തിലെ കുറച്ച് പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് നല്ല മെസ്സേജസ്. നല്ല സിനിമ, ഒരു സാധാരണക്കാരന് ഒരു 2 മണിക്കൂർ ആസ്വദിക്കാവുന്ന എല്ലാം കോർത്തിണക്കിയിട്ടുണ്ടല്ലോ. ഇന്നൊരു പഞ്ചായത്തിൽ നടക്കുന്ന ആ കുശുമ്പും കുന്നായ്മയും ഒരു പരിപാടിക്ക് തടസ്സം നിൽക്കുന്നതും അതിനെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നതും അത് വിജയിക്കുന്നു ഒന്നും പറയണ്ട, അത്ര സൂപ്പറായിട്ട് അവതരിപ്പിച്ചത്. സാധാരണക്കാർ നമുക്ക് ചെന്നിരുന്നിട്ട് ഒരു 2 മണിക്കൂർ ചിരിക്കാം. അതെ അതെ, ആളുകളുടെ തിയേറ്ററിലുള്ള അനുഭവം അവരോട് ഒത്തിരുന്ന് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മൾ ഉദ്ദേശിച്ചതൊക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ കണ്ടിഷ്ടപ്പെട്ടവർ നിങ്ങൾ മറ്റുള്ളവരോട് പറയുക, എല്ലാവരും തിയേറ്ററിലെത്തി സിനിമ കാണുക, പഞ്ചായത്ത് തിയേറ്ററെ വിജയിപ്പിക്കുക. എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ആളുകൾ കണ്ട് ചിരിക്കുന്നതാണ് നമ്മുടെ സന്തോഷം. അപ്പോൾ വന്ന ആളുകളെല്ലാവരും പിന്നെ നല്ല ചിരിക്കുന്ന മുഖത്തോടു കൂടി ഇറങ്ങിയിരുന്നത് കാണാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ ഇവിടെ തിയേറ്ററിൽ വന്നത്. അപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയായിട്ട് തിരിച്ചു പോകുന്നത്. ആളുകൾ തിയേറ്ററിൽ വന്ന് സിനിമ കണ്ട് തിരിച്ച് പോകുന്നത് സന്തോഷത്തോടു കൂടിയാണ് എന്ന് പറയുന്നത് തന്നെയാണ് ഒരു സിനിമ ചെയ്തിട്ടുള്ള ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് പിന്നെ വലിയ സന്തോഷം ഉണ്ടാക്കുന്നത്. ഇനി ഇതെന്ന് വെച്ചാൽ കൂടുതൽ ആളുകളിലേക്ക് എത്തണം. പടം ഇഷ്ടമായിട്ടുള്ള ആളുകൾ ഉറപ്പായിട്ടും അടുത്ത ആളുകളോട് പറയണം. അങ്ങനെ കൂടുതൽ ആളുകൾ സിനിമയിൽ കാണാൻ വേണ്ടി വരട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഉറപ്പായിട്ടും മറിമായമല്ല സിനിമ എന്നുള്ളത് മറിമായം കാണുന്ന പ്രേക്ഷകർ വരുമ്പോൾ അവർക്കത് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. കൂടുതൽ ആളുകൾ തിയേറ്ററിൽ കാണട്ടെ ഈ റെസ്പോൺസ് കാണുമ്പോൾ എന്ത് തോന്നുന്നു? ഒരുപാട് സന്തോഷം തോന്നുന്നു. കാര്യം നമ്മൾ ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് കുറേ കാത്തിരുന്നതാണ്. അപ്പോൾ എല്ലാവരും കണ്ടവരൊക്കെ നല്ല അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതിപ്പോൾ ആദ്യത്തെ ഷോ ആണ്. അപ്പം അത് കഴിഞ്ഞിട്ട് കുറേ കൂടി ആൾക്കാർ കണ്ട് നേരിട്ട് അഭിപ്രായം അറിയണം എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ തിയേറ്ററുകളിൽ തന്നെ മാറി മാറി നിൽക്കുന്നത് ഇപ്പോൾ. പക്ഷേ ഒരുപാട് സന്തോഷമാണ്. കണ്ടവരൊക്കെ നല്ലതാണ് പറയുന്നത്. പിന്നെ മറിമായത്തിനുള്ള ഒരു വലിയ പ്രേക്ഷകരുണ്ട്. അപ്പോൾ അവരും വളരെ പ്രതീക്ഷയിലാണ്. ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഈ സിനിമ ഇപ്പം പുറത്തേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും സിനിമ കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളോടും കുടുംബാംഗങ്ങളോടും പറയുക. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. നമുക്കങ്ങനെ ഭയങ്കര വലിയൊരു പ്രമോഷൻ പരിപാടികളോ ഒന്നും, അതായത് ഒരു സിനിമാ പാരമ്പര്യവും ഇല്ലാതെ വന്ന ഒരു മറിമായം ടീമിൻ്റെ ബലത്തിൽ നിൽക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ. അപ്പോൾ ശരിക്കും നിങ്ങളെപ്പോലുള്ള ഓൺലൈൻ മീഡിയ ഒരുപാട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ പ്രൊമോഷൻസിനൊക്കെ.
എനിക്ക് തോന്നുന്നു ആ വീഡിയോകളിലൊന്നും ഒരു നെഗറ്റീവ് കമൻറ്റ് പോലും ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. അതും ഞങ്ങൾക്ക് അത്ഭുതമുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. അതൊക്കെ തന്നെയാണ് നമ്മുടെ ഈ ഒരു പ്രതീക്ഷ. എല്ലാവരും സിനിമ കാണുക, തിയേറ്ററിൽ തന്നെ വന്ന് കാണണം എന്ന് അപേക്ഷിക്കുകയാണ്. കാരണം കുറച്ച് നാൾ കഴിഞ്ഞ് OTT-യിലോ TV-യിലോ കണ്ടിട്ട് അയ്യോ അത് നല്ലതായിരുന്നു, അന്ന് കാണേണ്ടിയിരുന്നു എന്ന് പറയുന്നത് കൊണ്ട് നമുക്കും വലിയ നഷ്ടമാണ് സംഭവിക്കണേ. അതുകൊണ്ട് എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം എന്നാണ് പറയാനുള്ളത്. എന്തോ ലോലിതൻ എന്താ ഇല്ലാത്ത വെച്ചാൽ ഇപ്പോൾ ഓൾറെഡി നമ്മുടെ മറിമായത്തിൽ ഒരു സീനിലെങ്കിലും നിലവിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് പുതിയ ആൾക്കാർക്ക് അവസരം കൊടുക്കണം എന്നുള്ളൊരു തീരുമാനം നമുക്ക് ഉണ്ടായിരുന്നു. ഓൾറെഡി ലോലിതനൊക്കെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആളാണല്ലോ, അദ്ദേഹത്തിന് സിനിമ കിട്ടാൻ കുറച്ചും കൂടി ഈസിയാണ്. പക്ഷേ ഒരു സിനിമയിൽ പോലും അഭിനയിക്കാത്ത ഒരുപാട് ആൾക്കാർ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഞങ്ങൾക്ക് സന്തോഷം. ചേച്ചി പ്രൊമോഷന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു. ചേച്ചി ഈ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഫിലിം ഇൻഡസ്ട്രിയിൽ വിത്തൗട്ട് പ്രൊമോഷൻ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? അതായത് പടം നല്ലതാണ്, അത് ആൾക്കാരിലേക്ക് റീച്ച് എത്തുന്നില്ല, അപ്പം അതിന് പ്രൊമോഷന്റെ ഒരു അപര്യാപ്തതയല്ല കാണിക്കുന്നത്. അല്ല, സിനിമ നല്ലതാണെന്ന് നമുക്ക് ഇപ്പം മൗത്ത് പബ്ലിസിറ്റി വഴി പുറത്തേക്ക് പോകുന്ന സിനിമകളുണ്ട്. അതായത് നല്ലതാണ് എന്ന് അറിഞ്ഞിട്ടൊരു 2-3 ദിവസം കഴിഞ്ഞിട്ട് കയറുന്ന സിനിമകളുണ്ട്. അതിനേക്കാൾ കുറച്ചും കൂടി എളുപ്പമാണ് നിങ്ങളെപ്പോലുള്ള ഓൺലൈൻ ചാനലുകാർ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. എന്തെന്നായാലും കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റം നമുക്ക് ആവശ്യമാണ്. ഉറപ്പായിട്ടും സിനിമയ്ക്ക് ഈ സമയത്ത് പ്രൊമോഷൻ ആവശ്യം തന്നെയാണ്. ഈ പറഞ്ഞതൊക്കെ തന്നെയാണ് വീണ്ടും ആവർത്തനം ഒരു ബുദ്ധിമുട്ടാവണ്ട. എന്തായാലും സിനിമ പ്രേക്ഷകർ എടുത്തിട്ടുണ്ടെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കാരണം ഞങ്ങൾ പ്രതീക്ഷിച്ച സ്ഥലത്തൊക്കെ ചിരി കിട്ടിയിട്ടുണ്ട്. നല്ല മുഹൂർത്തങ്ങൾക്കൊക്കെ അല്പം കണ്ണു നനഞ്ഞു പറഞ്ഞു. അങ്ങനെ പ്രേക്ഷകർ നല്ല അഭിപ്രായം പറയുന്നു. എന്തായാലും ബാക്കിയുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കൂടി തിയേറ്ററിൽ വരിക. കാരണം നല്ലൊരു സിനിമയാണ്, നമ്മൾ തിയേറ്ററിൽ എത്തിച്ചിട്ടുണ്ട്. ഇനി അത് ഏറ്റെടുക്കേണ്ടത് ജനങ്ങളാണ്. ഞങ്ങളുടെ ഒപ്പം ഉണ്ടാവണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഡയറക്ടർ എന്ന നിലയ്ക്ക് ഇപ്പോൾ സ്നേഹിച്ചേച്ചി പറഞ്ഞല്ലോ പ്രൊമോഷൻ അത്യാവശ്യമായിരുന്നു. പക്ഷേ ഈ പടത്തിൽ ആവശ്യമായ രീതിയിൽ പ്രൊമോഷൻ കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ ഡയറക്ടർ എന്ന നിലയ്ക്ക്? പിന്നെ ഒരുപാട് പ്രമോഷൻ കൊടുത്തിട്ടുണ്ട്. അല്ലെ നമ്മളെപ്പോലത്തെ ഒരു സാധാരണ പടത്തിന് ആദ്യത്തെ ഷോയിന് എല്ലായിടത്തും ഒന്നും ഇത്ര ആളുകൾ എത്തൂല. അപ്പോൾ ഇത്രയും ഗംഭീര പടങ്ങൾ ഇറങ്ങണതിൻ്റെ ഇടയിലാണ് നമ്മുടെ ഒരു കൊച്ചു പടം പ്രമോഷൻ ഈ സിനിമയുടെ അളവനുസരിച്ചിട്ടുള്ള പ്രമോഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ സാധാരണ ഓൺലൈൻ മീഡിയയിലും സോഷ്യൽ മീഡിയയിലൊക്കെ പ്രവർത്തിക്കുന്ന ഞങ്ങളോട് ഇഷ്ടമുള്ളവർ പറത്തിയിട്ടുണ്ട്. ഇപ്പോൾ പലരും ഞങ്ങളോട് പറഞ്ഞാൽ ഫോൺ തുറക്കാൻ പറ്റണില്ല പഞ്ചായത്ത് കെട്ടി കണ്ടിട്ട് എന്നുള്ള നിലയിൽ പറഞ്ഞ് സാധാരണ പ്രേക്ഷകരിൽ പ്രമോഷൻ എത്തിയിട്ടുണ്ട്. പിന്നെ പടം ആളുകൾ കണ്ട് ഇഷ്ടപ്പെട്ട് മൗത്ത് ടു മൗത്ത് പറയണതാണ് ഏറ്റവും വലിയ പബ്ലിസിറ്റി. അപ്പോൾ ഇന്നത്തെ ഷോയൊക്കെ കഴിഞ്ഞ് നിങ്ങളിലൂടെയും കണ്ട് ഇഷ്ടപ്പെട്ടവരുമൊക്കെ പറഞ്ഞ ആളുകൾ എത്തുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. ആൾക്കാർക്ക് ഒരു പ്രതീക്ഷയായിരിക്കും മറ്റു സിനിമകളിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരിക്കും ആൾക്കാർ ആഗ്രഹിക്കുന്നത്. കാരണം മറിമായം എന്ന് പറയുന്ന ഒരു ഷോ തന്നെ അതിന്റെ വ്യത്യസ്തം കൊണ്ടാണ് ആൾക്കാർ സ്വീകരിച്ചത്. അപ്പൊ ഈ പടം ഇറക്കുമ്പോഴത്തേക്കിന് ഏത് രീതിയിലുള്ള ഒരു ചലഞ്ചസ് ആയിരുന്നു? കാരണം ആൾക്കാർ ഇഷ്ടപ്പെടുമോ, അവർക്ക് ഏത് രീതിയിൽ കൊടുക്കണമെന്നൊക്കെ തോന്നിയിട്ടുണ്ട്. അത് വ്യക്തമായ പ്ലാൻ നമുക്കുണ്ട്. കാരണം മറിമായം എന്ന് പറഞ്ഞാൽ വെറും 20 മിനിറ്റാണ്. നമുക്ക് വായി തോന്നണയൊക്കെ പറയാം, ചിരിപ്പിക്കാൻ എന്ത് തോന്നണം എന്ന് പറഞ്ഞാൽ സ്പോട്ടിൽ നമുക്ക് പറയാം. സിനിമ അതല്ല, അവരുടെ ജോലിയെടുത്ത് 200 രൂപ മുടക്കി അവരുടെ സമയം കളഞ്ഞ് അവരിവിടെ എത്തുമ്പോൾ ഒരു മറിമായം ചുവക്കാതെ മറിമായത്തിനെ വിശ്വസിക്കുന്ന ആർട്ടിസ്റ്റുകളെ വെച്ചിട്ട് ഒരു സിനിമ ചെയ്യാൻ ഞങ്ങൾക്ക് കെൽപ്പുണ്ട് എന്ന് കാണിക്കേണ്ട ഒരു വെല്ലുവിളി നമുക്കുണ്ടായി. അത് ഞങ്ങൾ ഏറ്റെടുത്ത് മുഴുവൻ ആളുകളും അത് വൃത്തിയായി വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കണക്റ്റ് ആയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് റെസ്പോൺസീവ് തോന്നുന്നുണ്ട്. അപ്പോൾ മറിമായത്തിലെ ആർട്ടിസ്റ്റുകൾ ചെയ്യുന്ന ഒരു സിനിമ തന്നെയാണിത്. മറിമായം വേറെ, സിനിമ വേറെ. ഇത് മറിമായത്തിൽ അഭിനയിച്ച ആർട്ടിസ്റ്റുകൾ അഭിനയിച്ച ഒരു സിനിമ. ഇപ്പോൾ നിയാസിക്ക് മണിയേട്ടനൊക്കെ മറിമായത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ അവരുടെ പ്രാപ്തി സിനിമയിൽ തെളിച്ചിട്ടുള്ളവരാണ്. ഇഷ്ടം, ഗ്രാമഫോൺ, മീശമാധവനിലൊക്കെ അവർ കേരളത്തിനെ ചിരിപ്പിച്ച ടാലൻ്റുള്ള ആർട്ടിസ്റ്റുകളാണ്. അപ്പോൾ അവരുടെയൊക്കെ ഒരു കഴിവ് നമുക്ക് സിനിമയിൽ പരമാവധി കാണിക്കാൻ വേണ്ടി നമ്മളാരും വിളിക്കണില്ല. നിങ്ങളെന്താ സിനിമയിൽ വരാത്തതെന്നൊക്കെ പല കമൻറ്റും കാണും. ആരും വിളിക്കാറുമില്ല, നമുക്ക് അവസരം കിട്ടാറുമില്ല. ഒരു സിനിമ ചെയ്യാൻ ആഗ്രഹിച്ച് അങ്ങനെ ചെയ്തു പോയതാണ്. നിങ്ങൾ വന്ന് കണ്ട് ഇത് വിജയിപ്പിക്കണം. നിങ്ങളുടെ 2 മണിക്കൂർ മോശമാവില്ല,
നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് വന്ന് കാണാം. നെറ്റ് ചുളിക്കേണ്ടി വരില്ല. മക്കളുടെ അടുത്ത് ഇരുന്നിട്ട് നെഞ്ചു വിരിച്ച് കസേരയിൽ ഇരുന്ന് ചിരിച്ച് കണ്ട് തൃപ്തിയായി പോകാൻ പറ്റും. പഞ്ചായത്ത് തിയേറ്ററിനെ വിജയിപ്പിക്കണം, അനുഗ്രഹിക്കണം. ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത നിങ്ങൾ മാത്രമാണ് ഞങ്ങളുടെ പിന്തുണ. എല്ലാവരും തിയേറ്ററിലെത്തി കാണണം. ഈ എത്തിക്കഴിയാൻ പറ്റാത്തവർ മാത്രമേ ഇതിലില്ലാത്തുള്ളൂ. ബാക്കി വരാൻ പറ്റിയവർ വഴിയെ പോയവരും വല്ല അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ മറിമായൊന്നും മാത്രമല്ല, അവിടെ വന്നവരോട് ചോറ് തിന്നിട്ട് പോകണമെന്ന് പറയണ പോലെയാണ്. എന്തെങ്കിലും ചെയ്തിട്ടേ പോകാൻ പാടുള്ളൂ കേട്ടാ എന്ന് പറഞ്ഞിട്ട് നമ്മളതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരാളെ മാറ്റി നിർത്തിയിട്ടില്ല. അത് സിനിമ കണ്ടാൽ മനസ്സിലാവും. ഇപ്പോൾ പലരും ഒക്കെ പോസ്റ്ററിൽ വരെ വന്ന് വെറുതെ വഴിയെ പോയ സിനിമയോട് ആഗ്രഹമുള്ള, അഭിനയിക്കാൻ ആഗ്രഹമുള്ളവർ പോസ്റ്ററിൽ വരെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരാളെ നമ്മൾ മാറ്റി നിർത്തിയിട്ടില്ല. നമ്മുടെ കൂട്ടത്തിലുള്ളവർക്ക് പല കമ്മിറ്റ്മെൻ്റ് ഉണ്ടല്ലോ, അത് എത്താൻ പറ്റാഞ്ഞവർ മാത്രം പടത്തിലില്ലാത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ആളുകളോട് പറയണം, തിയേറ്ററിൽ എത്തിക്കണം. എല്ലാവരും ഇത് കാണണം.